ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഇന്നത്തെ റെസിപ്പി സമോസയാണ്, പഞ്ചാബി സമോസ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ആട്ട, 1 കപ്പ് മൈദ. സാധാരണ ഈ സമോസ ഉണ്ടാക്കുമ്പോൾ മൈദ കൊണ്ടാണ് ഉണ്ടാക്കാറ്. ഞാനിതിൽ കൂടുതലും ആട്ടയാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അയമോദകം, അതായത് ക്യാരം സീഡ്സ്. ഇതൊന്ന് ചതച്ചിട്ട് ചേർക്കണം. അപ്പോൾ അയമോദകം ചതച്ചത് ഇതിലേക്ക് ചേർത്തു. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 3.5 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിൽ തണുത്ത വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇത് ഞാനൊരു 1 ഗ്ലാസ് വെള്ളമായിരുന്നു എടുത്തിരുന്നത്. ഇതിൻ്റെ 3/4 ഗ്ലാസ് വെള്ളമേ ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് വെക്കണം. ഒന്നെങ്കിൽ നനഞ്ഞ തുണിയിട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് കവർ ചെയ്യാം. കവർ ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കണം. ഇനി സമോസയിൽ വെക്കാനുള്ള സ്റ്റഫ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ക്യൂമിൻ സീഡ്സ്, അതായത് ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്സ്, അതായത് പെരും ജീരകം. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. ഇത് ഞാൻ കുക്ക് ചെയ്തതാണ്. ഇനിയും മല്ലിയില, 1 കൈ മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഗ്രീൻ പീസ് ഇത് ഞാൻ കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായി വരുമ്പോൾ പൊടിച്ചു വെച്ചേക്കുന്ന മല്ലിയും ജീരകവും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഇതിൽ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഗരം മസാലയ്ക്ക് പകരം ചാട്ട് മസാല ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും.
പക്ഷെ എൻ്റെ കയ്യിൽ ചാട്ട് മസാല ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല തന്നെ ചേർത്തത്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഈ മാഷർ ഞാനിവിടെ മിനിസോയിൽ നിന്ന് മേടിച്ചതാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിത് മാഷ് ചെയ്തെടുത്തു. ഞാൻ ഒരുപാട് ഫൈനായിട്ടല്ല ഇത് ഉടച്ചേക്കുന്നത്. ഇനി മാവെടുത്ത് ഒന്നുകൂടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാദ്യം കുറച്ച് മാവ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇത് പരത്തണം. ഇത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ റൗണ്ട് ആയിട്ടല്ല, ഇത് ഓവൽ ഷേപ്പിലാണ് പരത്തണ്ടേ. ആട്ട മുക്കാതാണ് പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഞാനിത് ഓവൽ ഷേപ്പിൽ പരത്തിയിട്ട് നൈഫ് വെച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇനി ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ കോർണറിലെല്ലാം കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മസാല ആഡ് ചെയ്യണം. മസാല ആഡ് ചെയ്യുമ്പോൾ ഒത്തിരി മസാല ഇതിലേക്ക് കുത്തി നിറയ്ക്കാൻ പാടില്ല. ലൈറ്റായിട്ടാണ് ഇതിൽ നിറയ്ക്കേണ്ടത്.
അങ്ങനെ ഞാൻ എല്ലാ സമോസയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യണം. സമോസ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ ഒത്തിരി ചൂടായി വരുന്നതിന് മുമ്പ് തന്നെ സമോസ ആഡ് ചെയ്യണം. സമോസ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ സ്പൂൺ കൊണ്ട് ഇളക്കുവോ തിരിച്ചിടുവോ ഒന്നും ചെയ്യരുത്. ഇത് അങ്ങനെ തന്നെ ഒരു സൈഡ് കിടന്ന് ഫ്രൈ ആയതിനു ശേഷം അടുത്ത സൈഡ് ഫ്രൈ ആക്കാം. സമോസ സാധാരണ ഉണ്ടാക്കാറുള്ളത് മൈദ കൊണ്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഹെൽത്ത് വൈസ് നോക്കിയപ്പോൾ ആട്ടയാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആട്ട കൂടുതലും മൈദ കുറവുമാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. സമോസയുടെ മസാലയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇഞ്ചിയും പച്ചമുളകും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. എൻ്റെ മക്കൾക്ക് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ടേസ്റ്റ് ഒന്നും താല്പര്യമില്ല. അതിന് പകരം ഞാൻ കുരുമുളക് പൊടി ചേർത്തത്. ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഗൈസ്, എൻ്റെ സമോസ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രീൻ ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ചില്ലി സോസിൻ്റെ കൂടെയോ ഇത് സെർവ് ചെയ്യാം. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ ചാനൽ മുന്നോട്ട് പോകത്തില്ല. സോ പ്ലീസ് ഷെയർ മൈ ചാനൽ. ബൈ.